ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്സവകാലമാണ്, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ. അടുത്തതായിട്ട് ഇറക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് പൊന്നമ്മ. നമുക്ക് പൊന്നമ്മ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് പബ്ലിക്കേഷൻ്റെ 7ാമത്തെ പുസ്തകവും ഞാൻ എഴുതുന്ന 3ാമത്തെ പുസ്തകമാണ്. ഈ ഉഗ്രരൂപിണിയായി അവതരിച്ച ഭദ്രകാളിക്ക് കോപം അടക്കാൻ സാധിക്കും. ഈ കോപാഗ്നിയിൽ നാട്ടിലുള്ള സസ്യജന്തു ജാലങ്ങളെല്ലാം ബന്ധുരുക, വേറെ രക്ഷയൊന്നുമില്ല. ശിവൻ തന്നെ വിചാരിച്ചേ നടക്കും, ശിവന്റെ രക്തമാണ്. അങ്ങനെ ശിവഭഗവാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഭദ്രകാളി കോപം കൊണ്ട് കിടക്കുമ്പോൾ കുറുകെ കിടക്കും. ദാരികൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു, ബ്രഹ്മാവിനെ വർഷങ്ങളോളം തപസ് ചെയ്തു ബ്രഹ്മാവിൽ നിന്ന് അതിശക്തനാകാനുള്ള വരല്. രോഹിത്തേട്ടന് അടുത്തതായിട്ട് ഇറക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് പൊന്നമ്മ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പൊന്നമ്മയും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ മേലിലെ ഭഗവതിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേലിലെ ഭദ്രകാളിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? എനിക്ക് അന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പൊന്നമ്മ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് പബ്ലിക്കേഷൻ്റെ 7ാമത്തെ പുസ്തകവും ഞാൻ എഴുതുന്ന 3ാമത്തെ പുസ്തകമാണ്. അപ്പം ഇത് പ്ലാൻ ചെയ്യുന്ന ഒന്നല്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ കഴിഞ്ഞ സ്പിരിച്വൽ കോൺക്ലേവ് നടക്കുന്നതിൻ്റെ തലേന്ന് അപ്പോൾ നമ്മുടെ അടുത്ത പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യണം എന്നുണ്ട്. അപ്പം കഥ മനസ്സിലുണ്ട്, ഒരു പേരില്ല. പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു പേരാണ് പൊന്നമ്മ എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളതിൻ്റെ കവറും അതിൻ്റെ ഒരു ടൈറ്റിൽ മോഷൻ പോസ്റ്ററും നമ്മുടെ എഡിറ്ററായിട്ടുള്ള നീരജ് പെട്ടെന്ന് ചെയ്തു തന്നു. ഞാനൊരു റെഫറൻസ് കൊടുത്തു. അത് റെഫറൻസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ മേലില ക്ഷേത്രത്തിലെ മുടിയെഴുന്നള്ളത്തിനെ പറ്റി നമ്മൾ ഡിബേറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേലില എന്ന് പറയുന്നത് എൻ്റെ നാടാണ്. അപ്പം ഞങ്ങളുടെ ദേശദേവതയാണ് മേലില, മേലിലയിൽ അമരുന്ന ദേശദേവതകൾ. ഓക്കെ, മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ 8-9 വർഷത്തോളം അവിടുത്തെ ഉപദേശ സമിതി മെമ്പറായിരുന്നു. ഞാനും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ പേരൊക്കെ ആയിട്ട്. അപ്പം ഇതിനു മുമ്പ് ഉത്സവ കമ്മിറ്റിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ മീഡിയയിൽ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട്, ഈ പ്രിൻറ്റിലൊക്കെ വലിയ താല്പര്യമുള്ളതുകൊണ്ട് ഈ പബ്ലിസിറ്റിയുടെ ചുമതല നമ്മൾ ഏറ്റെടുക്കും. എന്നിട്ട് പരസ്യമൊക്കെ പിടിച്ച് നോട്ടീസൊക്കെ നമ്മളാണ് ചെയ്തത്. ആ സമയത്താണ് അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ മുടിയെഴുന്നള്ളത്ത് നടക്കുന്നത് ഫോട്ടോയോ വീഡിയോ എടുക്കാറില്ല. അപ്പോൾ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് അതിന് ശ്രമിക്കുമ്പോഴും നാട്ടിലുള്ളവർ അതിന് സമ്മതിക്കാറും ഇല്ല എന്നുള്ളതാണ്. എന്താ ഒരു വിശ്വാസം പോലെ ഇത് വീഡിയോ കവർ ചെയ്യാൻ പാടില്ല എന്ന് പണ്ടാരോ ഇങ്ങനെ പറഞ്ഞ് വന്നതാണ്. പണ്ടൊക്കെ ഞാനും അതിന് സമ്മതമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ബേസിക്കലി ഞാനതൊരു എതിരാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫോട്ടോ കിട്ടാനില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭദ്രകാളി മുടിയുടെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തത് ഒരാളുടെ കയ്യിലുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കടക്കൽ തിരുവാതിരയാകട്ടെ, പട്ടാഴി മുടിയെഴുന്നള്ളത്താകട്ടെ, അല്ലെങ്കിൽ അതുപോലെ മുടിയെഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രങ്ങളെയൊക്കെ വിഷ്വൽസ് നമുക്ക് യൂട്യൂബിൽ കിട്ടും, ഫോട്ടോസും കിട്ടും. നമുക്ക് ഈ അന്ന് ഈ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടൊരു പോസ്റ്റർ അടിക്കണമെങ്കിലോ നോട്ടീസ് അടിക്കണമെങ്കിലും നമുക്കിതിൻ്റെ ഒരു പടമില്ല. അപ്പോൾ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യണമല്ലോ, അത് മേലിലേക്ക് പുറത്തുള്ളവർ ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇപ്പോൾ അവിടെ പൂജാരിയായിരിക്കുന്ന പ്രദീപേട്ടൻ ആർട്ടിസ്റ്റ് കൂടിയാണ്, നന്നായി വരയ്ക്കും. അപ്പം പ്രദീപേട്ടനോട് ഞാൻ പറഞ്ഞു, പ്രദീപേട്ട നമുക്ക് ഒരു സാധനം വരച്ച് ചേർത്താലോ ഡിജിറ്റലിൽ. പ്രദീപേട്ടൻ അതിനിപ്പോൾ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും മനസ്സിലൊരു ഭയമുണ്ട്. കാരണം ഈ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ പറയുന്നതിനകത്ത് ഇനി എന്തെങ്കിലും കാര്യം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ചില തെയ്യക്കോലങ്ങളുടെ പടം പൂർണ്ണമായി വരച്ചാൽ മരണം സംഭവിക്കും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് തെയ്യക്കോലത്തിനും അപ്പുറത്തേക്ക് അവിടെ പൂജ ചെയ്യുന്ന മുടിയാണ്. അപ്പം പ്രദീപേട്ടൻ ഞാനങ്ങനെ ഈ ഡിജിറ്റലി വരയ്ക്കുന്ന വിസ്മയ എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ പോയി കണ്ടു. അപ്പം ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഒരു സ്കെച്ച് തരൂ, ഒരു ഔട്ട്ലൈൻ തരാമെങ്കിൽ ഞാനത് ഡിജിറ്റലാക്കി തരാം. ഞാൻ അങ്ങനെ പ്രദീപേട്ടനെ കൊണ്ട് തന്നെ വെറുതെ പെൻസിലിൽ പുള്ളി പെട്ടെന്ന് ഒരു പെർഫെക്റ്റ് അല്ലാത്ത ഒന്ന് വരച്ചു വന്നു. ഞങ്ങളതിനെ അന്ന് ഡിജിറ്റൽ ചെയ്തിട്ട് പോസ്റ്ററൊക്കെ അടിക്കും. അപ്പോൾ കുറേ പേര് അന്നതിനെ വിമർശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫയൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ അന്ന് നീരജിന് കൊടുത്തിട്ട് റെഫറൻസ് കൊടുക്കുന്നത്. നീരജ് അത് വൃത്തിയായിട്ട് AI-യുടെ സഹായത്തോടു കൂടി അതിനെ വേറൊരു രൂപത്തിലേക്ക് കളർ ചേഞ്ചൊക്കെ വരുത്തി ഗോൾഡനാക്കി കൊണ്ടുപോകും. അതാണ് ഈ പൊന്നമ്മയുടെ പോസ്റ്റർ. എനിക്ക് തോന്നുന്നു നമ്മുടെ എഡിറ്റർമാർ അത് കാണിക്കുമെന്ന് വിചാരിക്കും. അപ്പം പൊന്നമ്മ അപ്പം
ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിലുള്ള ഒരാൾ എന്നെ വിളിച്ചു, നമുക്കത് പൊന്നമ്മച്ചി എന്നാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അത് പൊന്നമ്മ, അത് രജിസ്റ്റർ ചെയ്യും. കാരണം അമ്മ സങ്കല്പമാണ് നാട്ടിലുള്ള എല്ലാവർക്കും അവരെ നേരെ നയിക്കുന്ന, അവർക്ക് ഐശ്വര്യം കൊടുക്കുന്ന ഒരു അമ്മ സങ്കല്പമാണ്. അപ്പോൾ എല്ലാ ദേവീ സങ്കല്പങ്ങളും അമ്മ സങ്കല്പമാണ്. ഈ മേലിലെ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരുടെ ദേശദേവതകളോട് ആ ക്ഷേത്രത്തോട് വലിയ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്ന സമയത്ത് കുറേ പേര് കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ വന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്തിട്ട് പോകാറുണ്ട്. അപ്പം നമ്മുടെ അവിടെ തന്നെ ഇപ്പോൾ പുതിയ പയ്യന്മാർ എൻ്റെ മേലിലാന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇവരെപ്പോഴും നൊസ്റ്റാൾജിക്കായിട്ടിടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മുകേഷ് നായകനായിട്ട് അഭിനയിച്ച മുത്താരം കുന്ന് പിയോ ആ സിനിമ ഷൂട്ട് ചെയ്തത് ആ സ്ഥലമാണ്, ആ ക്ഷേത്രവും ആ ഗ്രാമപ്രദേശവും ഒക്കെയാണ്. പിന്നീട് കുറേയധികം സിനിമകൾക്കും സീരിയലുകൾക്കും വേദിയായിട്ടുണ്ടെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്നത് മുത്താരം കുന്ന് പിയോയും ഈ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനുമാണ്. അതിൽ ഈ അപ്പൂട്ടൻ കിടന്ന് വിഹരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും ഈ ക്ഷേത്ര പരിസരത്തുള്ള കമ്പോളവും അവിടുത്തെ ഗ്രാമപ്രദേശവും മുഴുവനായി അവിടെ ചിത്രീകരിച്ച സിനിമയാണ്. ആ വീടൊഴിച്ച് ബാക്കി മുഴുവൻ അവിടെ ചിത്രീകരിച്ചതാണ്. ആ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യും. ഞാനന്ന് 4ലോ 5ലോ പഠിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പുകളും ഇപ്പോഴത്തെ അവസ്ഥയും ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ, കാലാനുസൃതമായ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ മാത്രം വന്നിട്ടുള്ളൂ. മുത്താരം കുന്നിലെ പഴയ ജഗതിയുടെ ചായക്കടയൊക്കെ ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജഗതിയുടെ അല്ല, വീടിലായിപ്പന്നെ. പിന്നീട് ആ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിലേക്ക് വന്നപ്പോൾ ആ ജഗതിയാണ് ആ ചായക്കടയിൽ വീണ്ടും ചായക്കടക്കാരനായിട്ട് വന്നത് എന്നുള്ളതാണ്. ആ പഴയ പോസ്റ്റ് ഓഫീസൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു കാലാനുസൃതമായ മാറ്റങ്ങളോടുകൂടി അവിടെയുണ്ട്. ബിൽഡിംഗ് ഒന്നും മാറി ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ നാട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ വലിയൊരു വികാരമാണ് ഈ മുടിയെഴുതുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ അടുത്ത 5 ദിവസങ്ങൾ എല്ലാ ജോലികളിൽ നിന്നും മാറി നാട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്സവകാലമാണ്, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ. അതിൽ ഇത്തവണ ഏറ്റവും സന്തോഷം, പൂരനാളിൽ രാവിലെ പൊങ്കാല മഹോത്സവം നടക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് തന്നെയാണ് മേലിലും പൊങ്കാല നടക്കുക. അന്ന് ചിത്രയുടെ നേതൃത്വത്തിൽ അബാക് മ്യൂസിക് കണക്ട് ഭജൻസ് നമ്മുടെ വകയായിട്ട്, അബാക്കിൻ്റെ വകയായിട്ട് അവിടെ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പരിപാടി ആദ്യത്തെ അറ്റംപ്റ്റാണ്, നന്നായി വരുമെന്ന് തന്നെ വിചാരിക്കുന്നു. ചിത്ര സിനിമയിലൊക്കെ പാടിയിട്ടുള്ള പാട്ടുകാരിയാണെന്ന് അബാക്കിൻ്റെ പ്രേക്ഷകരോട് അറിയട്ടെ. സന്തോഷമില്ലേ ചിത്രയ്ക്ക്? വളരെ സന്തോഷം. KS ചിത്ര എന്ന് വെക്കട്ടെ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വേണ്ട, ചിത്ര എന്ന് വെച്ചാൽ മതി എന്നാണ്. ഓക്കെ. അപ്പം മേലിലെയും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ വിശ്വാസങ്ങളും ഒക്കെയാണ്. നോക്കും, മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നൊരു സംശയമാണ്, ശ്രീധർമ്മശാസ്താവിൻ്റെ പേരിലുള്ള ക്ഷേത്രമല്ലേ? പക്ഷേ ഇയാൾ പറയുന്ന മൊത്തവും ഭഗവതിയെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 60-70 വയസ്സുള്ള ആളുകൾക്കൊക്കെ, അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രീധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട് അവിടെ. അച്ഛൻ്റെയൊക്കെ ഒരു നല്ല കാലം, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ പുനഃപ്രതിഷ്ഠാ കർമ്മത്തിലാണ് ഈ ശാസ്താവിൻ്റെ ബിംബം പ്രതിഷ്ഠയ്ക്കപ്പെടുന്നത്. അതിനു മുമ്പ് വരെ ശാസ്താവിൻ്റെ ശ്രീകോവിലിൽ ഉണ്ടായിരുന്നത് പീഠവും വാളുമായിരുന്നു. മൂലസ്ഥാനത്ത് ദുർഗയാണ്, മുകളേ ക്ഷേത്രത്തിൽ ദുർഗയാണ്. ആ ദുർഗയുടെ ശ്രീകോവിലിൻ്റെ പ്രത്യേകത മുല്ലപ്പന്തലാണ്. അതായത് ആകാശത്ത് നിന്ന് വീഴുന്ന വെയിലും മഴയുമൊക്കെ നേരെ പതിക്കുന്നത് ബിംബത്തിലേക്കാണ്. അവിടെ സ്വയംഭൂ ബിംബമാണ്. ഗണപതി, അയ്യപ്പൻ, ശാസ്താവ്, ഭഗവതി. വേണമെങ്കിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ശബരിമലയുടെ കഥ പറയുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. കാവാരാധനാ സമ്പ്രദായം നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഭഗവതിയുടെയും ശാസ്താവിൻ്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും തന്ത്രിമുഖ്യൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അവിടെ മേലില ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ശ്രീധർമ്മശാസ്താവ് വന്നു, ആ പേരെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ശാസിക്കുന്ന തായ് ആരാണ്? ശാസിക്കുന്ന തായ് എന്നാൽ അത് ദേവീ സങ്കല്പമാണ്. അതാണ് പിന്നീട് ശാസ്താവായി മാറിയത് എന്നൊരു സങ്കല്പമുണ്ട്. അതിന് സാധൂകരിക്കാൻ പറ്റുന്ന പല തെളിവുകളും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞാനിത് എൻ്റെ ഈ ഒരു സ്പിരിച്വൽ യാത്രയിൽ 3-4 വർഷത്തെ ഒരുപാട് പേരുമായി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു സാധനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ശാസ്താവല്ല, ദേവിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ്, ഞാൻ തിരക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഭാരതീയ തച്ചുശാസ്ത്ര വിധി പ്രകാരം, അല്ലെങ്കിൽ കേരള തച്ചുശാസ്ത്ര വിധി പ്രകാരം, ഒരു നാലമ്പലത്തിനുള്ളിൽ 2 മൂർത്തികളുടെ ശ്രീകോവിൽ ഒരേ ഡയറക്ഷനിലേക്ക് ഒരു കാരണവശാലും പണിയെഴുതിയില്ല.
അപ്പോൾ ഈ നാലമ്പലത്തിനുള്ളിൽ പടിഞ്ഞാറ് ദർശനമായിട്ട് ദുർഗാ ഭഗവതിയും ശ്രീധർമ്മശാസ്താവും, കിഴക്ക് ദർശനമായിട്ട് ഗണപതിയുമാണുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് അങ്ങനെ ശാസ്താവിനെയും ഈ പറയപ്പെടുന്ന ദേവിയെയും ദുർഗാദേവിയെയും ഒരേ ഡയറക്ഷനിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ശബരിമലയിൽ പോയാൽ പോലും ശാസ്താവ് ഇരിക്കുന്ന ഡയറക്ഷനിലല്ല മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരു കഥ മേലിലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ദുർഗാ ഭഗവതി ഉച്ച സമയങ്ങളിൽ വിശ്രമിക്കാനുള്ള ശ്രീകോവിലായിരുന്നു ശാസ്താവിൻ്റെ ശ്രീകോവിൽ. ഭദ്രരൂപിണിയായി പോയിരിക്കുന്ന ശ്രീകോവിലാണ്. അതുകൊണ്ടാണ് അവിടെ പീഠവും വാളും വെച്ച് ആരാധന നടത്തിയത്. അപ്പൊ അവിടെ ശാസ്താവല്ല, അവിടെ ശാസ്താവല്ല. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് രീതിയിൽ നമുക്കിതിനെ ചിന്തിക്കാം. ഒന്ന്, കാവാരാധനാ പ്രകാരം ശാസ്താവിൻ്റെയും ദേവിയുടെയും ദുർഗയുടെയും അല്ലെങ്കിൽ ഭദ്രയുടെയും സാന്നിധ്യം കേരളത്തിലെ പല ക്ഷേത്രങ്ങളെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശബരിമല അതിൻ്റെ ഒരു ഉദാഹരണമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ശ്രീകോവിലും എങ്ങനെ ഒരേ ഡയറക്ഷനിലേക്ക് ഒരേ പ്രാധാന്യത്തോടു കൂടി വന്നു? തച്ചുശാസ്ത്ര വിധി പ്രകാരം അങ്ങനെ വന്നുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ ശാസ്താവിന് ശാസിക്കുന്ന തായ് എന്ന സങ്കല്പം കൊടുക്കും. അപ്പോൾ ഞാനിത് തിരക്കിയപ്പോൾ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുമായി പൂജാരിമാരുമായിട്ടൊക്കെ തിരക്കിയപ്പോൾ നിലവിൽ ശാസ്താവിനെ പൂജിക്കുന്ന മൂലമന്ത്രം ശാസ്താവിൻ്റെ മൂലമന്ത്രം തന്നെയാണ്. കാരണം അവിടെ പ്രതിഷ്ഠ നടത്തിയത് ശാസ്താവിൻ്റെതാണ്. പക്ഷെ അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവിടെ മൂലബിംബമായിരിക്കുന്ന ദുർഗാ ഭഗവതി ഉച്ച സമയങ്ങളിൽ ഘോരരൂപിണിയായി വിശ്രമിക്കാൻ പോകുന്ന ശ്രീകോവിലാണ് ശാസ്താ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവിക്ക് ദേവിയുടേതായ രൂപത്തിലേക്ക് മാറാൻ സാധിക്കുന്നില്ല. ശാസ്താവിനും പ്രശ്നമാണ്. പൂർണ്ണാർത്ഥത്തിൽ ശാസ്താവിനെ അവിടെ പ്രതിഷ്ഠ ചെയ്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഇടമല്ല അത് എന്ന് തോന്നൽ ദേവനുണ്ടാകാനുള്ള കാരണം ആയി മാറാം എന്നാണ് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ഒരു തന്ത്രിക ശ്രേഷ്ഠൻ എന്നോട് പറഞ്ഞത്. നോക്കൂ, അതെന്തോ ആയിക്കോട്ടെ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ബ്രാഹ്മണന്മാരാൽ പൂജ ചെയ്യപ്പെടുന്ന മേലെ ക്ഷേത്രത്തിൻ്റെ ഒരവസ്ഥ. ഈ ഭദ്രകാളിമുടി ക്ഷേത്രം താഴെ ക്ഷേത്രമാണ്. ആന എഴുന്നള്ളത്തും കാര്യങ്ങളും ഒന്നും ഈ മുടിയമ്പലത്തിലേക്ക് പോകാറില്ല. ആനയൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറില്ല. അവിടെയാണ് ഭദ്രകാളിയുടെ മുടി പ്രതിഷ്ഠ. ഈ ദാരികൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ വർഷങ്ങളോളം തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിൽ നിന്ന് അതിശക്തനാകാനുള്ള വരം ലഭിക്കും. എന്നിട്ട് ബ്രഹ്മാവ് എന്നോട് മേടിക്കുന്നൊരു വരം, ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ വിചാരിക്കുന്നത് തന്നെ ഇത്രയും ശക്തനായ തന്നെ നേരിടാൻ ശക്തയായ ഒരു സ്ത്രീ ഉണ്ടാകില്ല. എന്നിട്ട് ദാരികൻ ദേവന്മാരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നാട് മുഴുവൻ വിറപ്പിച്ച് ക്രൂരകൃത്യങ്ങളുമായി മുന്നോട്ട് പോകും. അങ്ങനെ ത്രിമൂർത്തികളിൽ വിഷ്ണുവും ബ്രഹ്മാവും ശിവനോട് പറയുകയാണ്, ഇത് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഇപ്പോൾ ബ്രഹ്മാവാണ് വരം കൊടുത്തിരിക്കുന്നത്. ശിവഭഗവാൻ ഈ നാട്ടിൽ ഇയാൾ കാണിക്കുന്ന ഈ കൊള്ളരായ്മകളെല്ലാം കണ്ടിട്ട് തൻ്റെ കോപാഗ്നിയിൽ നിന്ന് ഒരു ദേവീ രൂപത്തെ സൃഷ്ടിക്കുകയാണ്. ഘോരരൂപിണിയായ ഭദ്രകാളി. ശിവൻ്റെ അതേ നീല നിറവും ദ്രംഷ്ട്രയും അസ്ഥികൂടങ്ങൾ കൊണ്ടുള്ള മാലയും പുലിത്തോലും നിറയെ കൈകളുമൊക്കെ ആയിട്ട് ശിവൻ്റെ അംശത്തിൽ ഒരു ദേവി പിറക്കും. ദേവി എന്തിനാണ് പിറന്നത്? ദാരികനെ ദാരിക ദാനവേന്ദ്രന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇവർ രാത്രി മാത്രം പുറത്തിറങ്ങിയിട്ട് യുദ്ധം ചെയ്യുന്നവരാണ്. ഇവർ പാതാളത്തിൽ ഒളിച്ചിരിക്കുക. സൂര്യൻ അസ്തമിച്ചാൽ പുറത്തിറങ്ങും, പ്രശ്നമാണ്. ദേവി കോപാക്തിയിൽ അലിയാണ്. ഇവരെ തട്ടണം, ഇവരെ തീർക്കണം, നാടിനെ രക്ഷിക്കണം. ഇതിനാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദേവി തൻ്റെ മുടി അഴിച്ചിട്ട് സൂര്യനെ മറയ്ക്കും. സൂര്യൻ മറഞ്ഞു കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് ഇവർ രാത്രിയായി എന്ന് വിചാരിച്ച് മായായുദ്ധത്തിന് വേണ്ടി പുറപ്പെടും. അവിടെ വെച്ച് ദേവി ഇവരെ വധിക്കുക. വലിയ യുദ്ധത്തിനൊടുവിൽ ദാരികനെ കൊന്ന് കളയും. ദാരികൻ്റെ ഓരോ രക്തത്തിൽ നിന്നും 1000 ദാരികന്മാരുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ദേവി അവരെ കൊല്ലും. ഇവന്മാരുടെയും ഈ അസുരന്മാരുടെ ഈ കാട്ടിക്കൂട്ടലും ഇതൊക്കെ കണ്ടിട്ടും ഇവരെ കൊന്നിട്ടും ഈ ഉഗ്രരൂപിണിയായി അവതരിച്ച ഭദ്രകാളിക്ക് കോപം അടക്കാൻ സാധിക്കുന്നില്ല. ഈ കോപാഗ്നിയിൽ നാട്ടിലുള്ള സസ്യജന്തു ജാലങ്ങളെല്ലാം ബന്ധുരുകയാണ്. വേറെ രക്ഷയൊന്നുമില്ല. ശിവൻ തന്നെ വിചാരിച്ചേ നടക്കും. ശിവൻ്റെ രക്തമാണ്. അങ്ങനെ ശിവഭഗവാൻ
എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഭദ്രകാളി കോപം കൊണ്ടിടക്കുമ്പോൾ കുറുകെ കിടക്കും. ശിവഭഗവാന്റെ നെഞ്ചത്ത് കാലെടുത്ത് വെക്കും. അവിടെ ഒരു തിരിച്ചറിവുണ്ടാകും, എൻ്റെ പിതാവിനെയാണല്ലോ ഞാൻ ചവിട്ടിയത്. അതിൽ നിന്ന് ഇവരുടെ കോപം അടങ്ങുകയും 9 രൂപങ്ങളായി തിരിഞ്ഞ് 9 ദേശങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. അതിൽ ശാന്തരൂപിണിയായി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന വേർഷനാണ് മേലിലുള്ളത്. വടക്കോട്ടുള്ള ശ്രീകോവിലാണ് മുടിപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ വർഷത്തിൽ 365 ദിവസവും പൂജ ചെയ്യുന്ന ഭദ്രകാളി തിരുമുടിയാണ് പുറത്തെഴുന്നള്ളിക്കുന്നതും. വയലേലകളിൽ പോയി ഗ്രാമഭംഗി കണ്ട് തിരിച്ച് ക്ഷേത്ര കോമ്പൗണ്ടിലെത്തി ദാരിക വധത്തിൻ്റെ ഓർമ്മയിൽ പേച്ച് നടത്തി അവസാനം വീണ്ടും ശ്രീകോവിലേക്ക് പോകും. അപ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം ഭഗവതിയെ, ഇപ്പം ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മൂലബിംബമായിരിക്കും എഴുന്നള്ളിക്കുക പുറത്തേക്ക്, അല്ലെങ്കിൽ ആവാഹിച്ച് തിടമ്പിലായിരിക്കും, തലക്കെട്ടിലായിരിക്കും എഴുന്നള്ളിക്കുക. ഇത് നമ്മൾ കണ്ടു തൊഴുന്ന പ്രാർത്ഥിക്കുന്ന അതേ ഭദ്രകാളി മുടി തന്നെ പുറത്തെഴുന്നള്ളിക്കുമ്പോൾ അമ്മ പുറത്തെഴുന്നള്ളുന്നു എന്ന സങ്കല്പത്തിലാണ് ഭക്തജനങ്ങൾ. മേലിലക്കാരായിട്ടുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ ആ സമീപ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ആ ദിവസം ആ മേലിലേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കഥ, മേലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശാസ്താപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ആ കഥ, ഒരുപക്ഷെ എൻ്റെ നാട്ടിലെ പലരും ഞാൻ ഈ കഥ പറഞ്ഞതിൽ എന്നോട് എതിർപ്പുണ്ടാവാം, എന്നെ വിമർശിക്കുന്നവരുണ്ടാകാം എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളുടെ ചെറുപ്പകാലത്തും അവിടമായി സഹകരിച്ച് നിൽക്കുമ്പോഴും പലരും പറഞ്ഞു കേട്ടപ്പോൾ പറഞ്ഞവരെയൊക്കെ നമ്മളും വിമർശിച്ചിട്ട് അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമ്മുടെ ഈ 4 വർഷത്തെ യാത്ര, എൻ്റെ ഈ അബാക് മീഡിയയുമായി ബന്ധപ്പെട്ട യാത്രയിൽ എപ്പോഴും ഇപ്പോൾ ചിത്ര ഒരാളെ പരിചയപ്പെട്ട ചിത്ര ചോദിക്കുക ചിത്രയുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അല്ലേ? ചിത്ര ഇപ്പോൾ ഒരു ജോത്സ്യനെ കാണാണ്, ചിത്ര ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ചിത്രയുടെ പേഴ്സണൽ കാര്യം ചോദിക്കും എന്ന് പറയുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ക്ഷേത്രത്തെ പറ്റി, അവിടുത്തെ ആചാരങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ ഒരു PWD കോൺട്രാക്ടറായിരുന്നു. അച്ഛൻ പല തവണകളിലായി ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. ആ സമയത്താണ് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങളും അച്ഛനാണ് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത്. ചുറ്റുമതിലുകളാവട്ടെ, സബ് ഗ്രൂപ്പ് ഓഫീസാകട്ടെ, ഈ പറയപ്പെടുന്ന മുടിപ്പുര ഒക്കെയായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുമുണ്ട്. കാരണം ഈ ദിവസം കൊണ്ട് പൈസയൊന്നും വന്ന് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമാകുമ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന വാശി. പിന്നെ പൊതുവെ അച്ഛനൊരു വാശിക്കാരനായതുകൊണ്ട് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കും. അത് സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്നവർക്ക്, നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തിനോട് എതിർപ്പും അനുകൂലതയും ഒക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി 24 മണിക്കൂറും കിടന്നില്ലെങ്കിലും, അവിടെ പോയിട്ട് വലിയ ഷോ കാണിച്ചില്ലെങ്കിലും, എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരുടെയും അങ്ങനെയാണ് കേട്ടോ, എല്ലാ ആളുകൾക്കും അങ്ങനെയാണ്. മേലില ക്ഷേത്രം എന്ന ചിന്താഗതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആര് ഭരിച്ചാലും ആര് പൂജ ചെയ്താലും നമുക്കവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് മടങ്ങിയെത്തി എന്നൊരു പ്രസൻസാണ് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു കഥ അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ശ്രീഭദ്രകാളി മുടിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഭദ്രകാളി പ്രതിഷ്ഠ ഉണ്ടാവണം, ഒരു മൂലപ്രതിഷ്ഠ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ദുർഗാഭഗവതിയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ ഭദ്രകാളി പ്രതിഷ്ഠ എവിടെയെന്നൊരു ചോദ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉച്ച സമയങ്ങളിൽ ഭദ്രകാളിയായി മാറുന്ന ദുർഗാഭഗവതിയുടെ ശ്രീകോവിലാണ് ശാസ്താപ്രതിഷ്ഠ നടത്തി ശാസ്താവിൻ്റെ പ്രതിഷ്ഠ മാറ്റി വെച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് റെക്കോർഡുകളിലെല്ലാം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമായതുകൊണ്ട് അതങ്ങനെ ഫോളോ ചെയ്തു പോകുന്നു. സ്വാഭാവികമായൊരു ദേവപ്രശ്നം നടത്തി എന്താണ് എന്ന് അറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ ആരും അതിന് മുതിരുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഇനി പൊന്നമ്മയിലേക്ക് വന്നാൽ, ഇത്രയും വലിയ കഥകളുള്ള, ആചാരപരമായ കഥകളുള്ള, വൈകാരികമായി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവവികാസങ്ങളുള്ള ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥകൾ എഴുതണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ എവിടെയോ കിടന്നൊരു തോന്നലാണ്. അതിൽ ഞാൻ ഈ ടൈറ്റിൽ അനൗൺസ് ചെയ്ത് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കുറേ കോളുകളൊക്കെ ഇരിക്കുന്നു. കുറച്ച് പേര് സ്നേഹത്തിൽ വിളിച്ചവർ, ചിലർ സംശയത്തിൽ വിളിച്ചവർ, ഇവരെന്താണ് ഈ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു രീതി എല്ലാവർക്കും അറിയാം. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ഞാൻ ഏത് എമ്മോനായാലും ഞാനത് പറയാനുള്ളത് പറയുന്ന ഒരാളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അഹങ്കാരം പറയുന്നതല്ല, നമ്മൾ പെർഫെക്റ്റ് ആണെന്നും പറയുന്നതല്ല. പക്ഷേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, എഴുതാനുണ്ട്. ഒരുപക്ഷെ ഈ പുസ്തകത്തിലൂടെ കുറേ ആളുകളിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിലൂടെയൊക്കെ കുറേ ആളുകളിലും കൂടി ഭക്തവത്സലയായി മേലിലയിൽ അമരുന്ന ഭദ്രകാളിയുടെയും
ദുർഗാ ഭഗവതിയുടെയും ഒക്കെ കഥകൾ ജനം കൂടുതൽ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അന്ന ദിവസം 24 ന്യൂസിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഉണ്ട് നെല്ല ക്ഷേത്രത്തെക്കുറിച്ചുള്ള. അത് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറ് ഞങ്ങളുടെ നാട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ അനിയൻ സുരേന്ദ്രൻ ചേട്ടൻ, അദ്ദേഹം അത് കോർഡിനേറ്റ് ചെയ്തു. ഇപ്പം അവരുടെയൊക്കെ ജ്യേഷ്ഠനായിട്ടുള്ള രാജമാമനായിരുന്നു കുറേ വർഷം ഞാനൊക്കെ സമിതിയിൽ അംഗമായിട്ടിരിക്കുമ്പോൾ പ്രസിഡൻ്റായിട്ടിരുന്നത്. പിന്നീട് അവരുടെ ജ്യേഷ്ഠൻ്റെ മകൻ, ഈ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെയും ഒക്കെ ജ്യേഷ്ഠൻ്റെ മകൻ അജിത്തേട്ടൻ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന കമ്മിറ്റിയിലാണ് നമ്മളൊക്കെ ഒരുപാട് കാലം പ്രവർത്തിച്ചത്. 24 എല്ലാ വർഷവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു പബ്ലിസിറ്റി പരിപാടികൾ അവരുടെ കടമയെ പോലെ അവർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം 24-നോടൊന്നും ഉപമിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ചാനൽ, നമ്മുടെ ഒരു സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന ബാക്ക് മീഡിയ, നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ മറ്റാര് പറയാനാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പൊന്നമ്മ എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകം കൂടി ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നു ചിത്രയ്ക്ക് പാടാൻ വരുമ്പോൾ അത് മനസ്സിലാകും. നമ്മുടെ എഡിറ്റർ അരുൺ ആദ്യം എൻ്റെ കൂടെ വീട്ടിൽ വന്നപ്പോഴാണ് അവിടെ പോയി തൊഴുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ചേട്ടാ 2 ദിവസം ഞാൻ ലീവാണ്, 3, 4. ഞാൻ ചോദിച്ചാൽ എന്താടാ, ഞാൻ ഉത്സവത്തിന് പോവാം. ഞാൻ ചോദിച്ചാൽ എവിടെ? ഇല്ല ഞാൻ ഇവിടെ അവിടെ ഇവിടെ പണി വന്നുണ്ട്, നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ചേട്ടൻ്റെ കൂടെ അല്ല ഞാൻ വരുന്നത്, ഞാൻ ഒറ്റയ്ക്കായാലും വന്ന് തൊഴുതിട്ട് പടങ്ങി വരും. കാരണം അവൻ പറയുന്നത് അവൻ്റെ മനസ്സിന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ കൂടെ അവിടെ വരുമ്പോൾ അവന് കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അവൻ പൊന്നമ്മ വിളിക്കുന്നത്. പൊന്നമ്മയെ കാണുമ്പോൾ, മുടി കണ്ട് തൊഴുമ്പോൾ, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെത്തി തൊഴുമ്പോൾ അവന് കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇത് പലരും കണക്ട് ചെയ്ത് പറയാറുണ്ട്. ഇപ്പോൾ വിവിധങ്ങളായ ചടങ്ങുകൾ അവിടെയുണ്ട്. തണ്ണീർ വഴിപാടെന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്, മറ്റെങ്ങും ഉണ്ടാതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭദ്രകാളി മുടിക്ക് മുന്നിൽ ഈ മുടി എഴുന്നള്ളത്ത് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഗുരുതി പൂജ അടക്കം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൂലക്ഷേത്രത്തിൽ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളും നവകം കലശാഭിഷേകം അങ്ങനെയുള്ള കർമ്മങ്ങളും ഒക്കെ നടക്കും. ആ ഒരു ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലിരിക്കുന്ന എല്ലാ ദേവതകളും എല്ലാ ദേവതാ സമ്പ്രദായങ്ങളും ഒരേ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതും പ്രാർത്ഥന ചെയ്യപ്പെടേണ്ടതാണ്. ചില ആളുകൾക്കെങ്കിലും അവിടെ ഒരു വിവേചനമുണ്ട്, അത് ഞാൻ തോന്നിയിട്ടുണ്ട്. ചിലർക്ക് മേലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു കണക്ഷനും, ചിലർക്ക് താഴെ ക്ഷേത്രവുമായി, അങ്ങനെയല്ല. അതൊരു ക്ഷേത്ര സമുച്ചയമാണ്. അവിടെ ഇരിക്കുന്ന ശക്തികളെല്ലാം ഈക്വലി കണക്റ്റഡ് ആണ്. ആ സമ്പ്രദായത്തെ പൂർത്തീകരിക്കണമെങ്കിൽ ഇവയെല്ലാം ഒരുപോലെ പ്രാർത്ഥിച്ച് തൊഴുത് കണ്ടിറങ്ങണം എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ നാൾക്കുനാൾ അവിടുത്തെ ഖ്യാതി വർദ്ധിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നു അവിടേക്ക് അഭയം തേടിയെത്തുന്ന ഭക്തജനങ്ങളെ ഒരിക്കലും അമ്മ കൈവിടാറില്ല. ദുർഗയായാലും ഭദ്രയായാലും ഇതെല്ലാം ഒരേ സങ്കല്പം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ഒറ്റ സോഴ്സാണ്, പല ഭാവങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഈ വർഷത്തെ ഉത്സവം 3, 4 കുംഭമാസത്തിലെ പൂരവും ഉത്രവുമാണ്. പൂരത്തിനാണ് ചിത്രയുടെ പരിപാടി. ഉത്രത്തിന് ഭദ്രകാളി തിരുമുടി നടത്തും. വലിയ ഘോഷയാത്രയും വലിയ ആഘോഷം. ഇപ്പോൾ സപ്താഹയജ്ഞങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബാക് മീഡിയയുടെ പ്രേക്ഷകരെ എല്ലാവരെയും എൻ്റെ നാട്ടിലെ ഉത്സവം മേഡിലയിലെ പൂരമുത്ര മഹോത്സവത്തിൽ ക്ഷണിക്കുകയാണ്. അടുത്ത ഉത്സവത്തിന് മുമ്പ് എന്തായാലും നമ്മുടെ പൊന്നമ്മയും ഇറങ്ങും എന്നുള്ളതാണ്. താങ്ക് യു. ഞാനവിടെ ഉണ്ടാവും. വരുന്നവർക്ക് വരാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് പുനലൂർ പോകുന്ന വഴിയിൽ നാഷണൽ ഹൈവേയിൽ നിന്ന് 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ മേലില ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്താം. അപ്പോൾ എല്ലാവരും ഉത്സവത്തിലെത്തുക. എൻ്റെ വീട് അതിൻ്റെ അടുത്താണ്. അബാക് മീഡിയ പ്രേക്ഷകർ വരുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, വരിക. താങ്ക് യു.